അപ്പോൾ നമ്മൾ ഇന്ന് വിശാല സമതല ഭൂവിൽ 9th സ്റ്റാൻഡേർഡിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിശാല സമതല ഭൂവിൽ എന്നുള്ള സമതലത്തെ പറ്റി പഠിക്കുന്ന രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടാണ് നമ്മൾ ഇതുവരെയും പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ SRT ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഇന്ത്യൻ ജോഗ്രഫി ഭാഗം, അതിൽ ലോകത്തിന്റെ നെറുകയിൽ എന്നുള്ളത് ഉത്തരപർവ്വത മേഖലയെ പറ്റി പഠിച്ചു കഴിഞ്ഞു. വളരെ ക്ലിയർ ആയിട്ട് ചെറിയ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കണ്ടിട്ട് നമ്മളുടെ കൂടെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് SRT കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സമതല ഭൂവിന്റെ തന്നെ സമതലത്തെ പറ്റിയിട്ടുള്ള മൂന്നാമത്തെ ഭാഗമാണ്. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? വിശാല സമതല ഭൂവിനെ പറ്റിയിട്ട് നമ്മൾ ചാപ്റ്ററിൽ ആദ്യം പഠിച്ച എന്താണ്? സമതലം എത്ര കിലോമീറ്റർ ആയിട്ട് നമ്മുടെ സിന്ധു നദീ മുഖം മുതൽ ഗംഗാ നദീ മുഖം വരെ 3200 കിലോമീറ്റർ നീളത്തിൽ ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ വീതി എത്രയാണ്? 150 മുതൽ 300 കിലോമീറ്റർ വീതിയിലുമാണ് കിടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് സിന്ധു നദീമുഖം എന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാന്റെയും കൂടെ ഭാഗത്തേക്ക് വരും. അപ്പോൾ സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദീമുഖം വരെയാണ് 3200 എങ്കിൽ ഇന്ത്യയിൽ സമതലത്തിന്റെ നീളം എത്രയാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ നീളം നമ്മൾ എത്രയാ പറഞ്ഞത്? 2400 കിലോമീറ്റർ അല്ലേ? അതേ 2400 കിലോമീറ്റർ ആണ് ഇന്ത്യയിലെ നീളം വരുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ വീതി എത്രയായിരുന്നു? 150 400 ആയിരുന്നു. പക്ഷെ ഇവിടെ എത്രയാ വീതി വരുന്നത്? 150 300 ആണ്. പഠിച്ചു വെക്കുക, 2400 കിലോമീറ്റർ തന്നെയാണ് നമ്മളുടെ ഇന്ത്യയിലെ സമുദ്രത്തിന്റെ നീളം. വീതി 150 300 കിലോമീറ്റർ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ സമുദ്രത്തിന്റെ പ്രത്യേകത, എങ്ങനെയാണ് സമുദ്രം രൂപം കൊണ്ടേന്ന് പറഞ്ഞു. നമ്മുടെ ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളുടെയും നിക്ഷേപണ ഫലമായിട്ട്, അവസാദങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ എക്കൽ നിക്ഷേപങ്ങളുടെ ഫലമായിട്ടാണ് ഇവിടെ എക്കൽ സമതലങ്ങൾ തന്നെയായിട്ട് രൂപം കൊണ്ടതെന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിമാലയം രൂപം കൊണ്ട സമയത്ത് ഇവിടെ ഗർത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എത്ര മീറ്റർ? ഒരു 1000 മീറ്റർ, 1000 മുതൽ 2000 മീറ്റർ റേഞ്ചിൽ ഗർത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഗർത്തത്തിലേക്കാണ്, അതായത് താഴ്ന്ന ഭാഗങ്ങളിലാണ് നിക്ഷേപിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന 1000-2000 റേഞ്ചിലുള്ള ആ ഒരു ഗർത്തത്തിലേക്ക് നമ്മുടെ ഹിമാലയൻ നദികളുടെയും ഉപദ്വീപീയ നദികളുടെയും എക്കൽ നിക്ഷേപിച്ചിട്ട് വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ സമുദ്രം രൂപം കൊണ്ടത്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഒരു ഭൂപ്രകൃതിനെ നമുക്ക് ഒറ്റ ഒരു ഭൂപ്രകൃതിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെങ്കിലും ഇതിൽ നദികളുടെ ഒഴുക്കിന്റെ അടിസ്ഥാനത്തിലും അവിടെയുള്ള ഭൂപ്രകൃതിയുടെ സവിശേഷതയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് നമ്മൾ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാ? 1 നമ്മൾ രാജസ്ഥാൻ സമുദ്രം പറഞ്ഞു, 2 പഞ്ചാബ് ഹരിയാന സമുദ്രം പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഗംഗാ സമതലം 3ാമത്. 4ാമത്തെയാണ് ആര്? ബ്രഹ്മപുത്ര സമതലം. 1 രാജസ്ഥാൻ സമതലം, 2 പഞ്ചാബ് ഹരിയാന സമതലം, 3 നമ്മളുടെ ഗംഗാ സമതലം, 4 ബ്രഹ്മപുത്ര സമതലം. ഇതിൽ ഈ ബ്രഹ്മപുത്ര സമതലം കുറച്ചൊന്ന് വേറിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ കുറച്ച് പർവ്വതങ്ങൾ അല്ലെങ്കിൽ കുന്നുകളുടെ ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബ്രഹ്മപുത്ര സമതലം ഈ ഒരു സമതലത്തിൽ നിന്നും വേറിട്ടാണ് നിൽക്കുന്നത്. അവിടെ നിന്നോട്ടെ, നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് രാജസ്ഥാൻ സമതലത്തിനെയും പഞ്ചാബ് ഹരിയാന സമതലത്തിനെ പറ്റിയിട്ടും പഠിച്ചു. അതിൽ രാജസ്ഥാൻ സമതലം എന്ന് പറയുവാണെങ്കിൽ വീണ്ടും നമ്മൾ അർദ്ധ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി രാജസ്ഥാൻ ഭാഗർ എന്നും, അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ എന്ത് പഠിച്ചു? മരുസ്ഥലി എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളായിട്ട് നിലകൊള്ളുന്നു പഠിച്ചു? രാജസ്ഥാൻ ഉറപ്പായിട്ടുമുണ്ട്, അതിന്റെ കൂടെ പഞ്ചാബ് ഹരിയാന ഗുജറാത്ത് ഭാഗങ്ങളും ഉണ്ടെന്ന് പഠിച്ചു. ഒന്ന് നോക്കിയേ, നമ്മുടെ മൊത്തത്തിലുള്ള സമതലം എടുക്കുകയാണെങ്കിൽ രാജസ്ഥാൻ സമതലം ഏത് ഭാഗത്തായിട്ട് വരും? പടിഞ്ഞാറ് അറ്റത്തായിട്ട് വരും അല്ലെ? അതുപോലെ ആരവല്ലി നിരകൾക്കും പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ആര് വരുന്നത്? രാജസ്ഥാൻ സമതലം വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ കൂടി ഒഴുകുന്ന നദി ഏതാ? ലൂണി നദിയാണ്. അതുപോലെ തടാകങ്ങൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ദിദ്വാന, സർഗോള്, സാമ്പർ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്നും വടക്കോട്ട് അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടും
കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടോ വരുമ്പോൾ കാണുന്നതാണ് ആര്? പഞ്ചാബ് ഹരിയാന സമതലം. ഈ പഞ്ചാബ് ഹരിയാന സമതലത്തിലും നമ്മൾ എന്ത് പഠിച്ചു? ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അത്ര ഫലഭൂഷ്ടല്ല, കാരണം മരുഭൂമി ഉൾക്കൊള്ളുന്ന ഭാഗമാണ് അല്ലെ, അപ്പൊ അവിടെ ഫലഭൂഷ്ടമൊന്നല്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ സിന്ധുവിന്റെ പോഷക നദികളൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ഫലഭൂഷ്ടതയൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ നിന്ന് തന്നെ പഞ്ചാബ് ഹരിയാന, കൂടാതെ ഹിമാചൽ പ്രദേശും കൂടെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ്, ഇത് സമുദ്രത്തിന്റെ ഭാഗമാണെന്ന് പഠിച്ചു. ഇവിടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഒക്കെയാണ് നമ്മൾ വിസ്തൃതി പഠിച്ചത്. ഇവിടുത്തെ നമുക്ക് കുറച്ച് നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ്വീപുകളെ പറ്റിയിട്ടാണ്. എന്താണ് ദ്വീപ്? രണ്ട് നദികളുടെ ഇടയിലുള്ള കരപ്രദേശത്തെയാണ് നമ്മൾ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സിന്ധുവിന്റെ പോഷക നദികളായിട്ടുള്ള ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് ഒക്കെ ഫോം ചെയ്യുന്ന ദ്വീപുകളെ പറ്റി നമ്മൾ വിസ്തൃതലന്തർ, സിന്ധ് സാഗർ, ബാരി, ചാജ് അങ്ങനെയുള്ള ദ്വീപുകളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. നെക്സ്റ്റ് എന്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്? ഗംഗാ സമുദ്രത്തെ പറ്റിയിട്ടാണ്. നോക്കൂ, അപ്പൊ നമ്മുടെ സമതലം എത്ര കിലോമീറ്റർ നമ്മൾ പറഞ്ഞു? 3200 ടോട്ടൽ പറഞ്ഞെങ്കിലും 2400 ഇന്ത്യയിൽ പറഞ്ഞു. അതില് നമ്മളുടെ ഏറ്റവും നീളം കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എവിടെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വിസ്തൃതമായിട്ടുള്ളത് കാണാൻ സാധിക്കുന്ന എവിടെയാണ്? നമ്മുടെ ഗംഗാ സമതലമാണ്. നോക്കിയേ, ഏറ്റവും ഇപ്പൊ നമ്മൾ ഇവിടെ പറയുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ രാജസ്ഥാൻ ഒരു 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഒക്കെ തന്നെയാണ്. നമ്മൾ മണലാരണ്യം എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ 1.75 ഇന്ത്യയിലാണെന്ന് നമുക്കറിയാം. ഇവിടെയും നമ്മൾ 1.75 പറഞ്ഞു. ഇവിടെ മൊത്തം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ട്. അപ്പോ എന്താണ്? ഗംഗാ സമതലമാണ്. ഗംഗാ സമതലം നമ്മുടെ സമതലത്തിൽ നമ്മൾ ഈ 4ആയി തിരിച്ചതില് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏറ്റവും വിസ്തൃതമായ സമതല ഭാഗമാണെന്ന് നമുക്കറിയാം. അപ്പോ നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കൻ നദി ആരാണെന്ന് പറഞ്ഞു? യമുന നദിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഗംഗാ സമതലത്തിന്റെ ഏത് ഭാഗം വരും? പടിഞ്ഞാറ് ഭാഗമാണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് അതിർത്തിയാണ് ആര്? യമുന നദി. എന്നിട്ട് ബംഗ്ലാദേശ് വരെ നീണ്ടു കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കിഴക്കൻ അതിർത്തിയായിട്ട് ആര് വരും? കിഴക്കൻ അതിർത്തി ബംഗ്ലാദേശ് വരും. അപ്പോൾ പടിഞ്ഞാറ് യമുനയാണെങ്കിൽ കിഴക്ക് ബംഗ്ലാദേശ് ആണ്. എടാ നോക്കിയതാ, ഇനി നമുക്കറിയാം നമ്മൾ ഇവിടത്തെ ചരിവ് എങ്ങോട്ട് പറഞ്ഞു? നമുക്കറിയാലേ സിന്ധു നദിയും പോഷക നദികളും എങ്ങോട്ടാ ഒഴുകുന്നത്? നമ്മുടെ നമ്മുടെ അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. അപ്പൊ വെസ്റ്റ് സൈഡിലേക്ക് ഒഴുകുന്നോണ്ടിട്ട് നമുക്ക് അതിന്റെ ചരിവ് എങ്ങോട്ടാന്ന് പറയാം? വെസ്റ്റ് സൈഡിലേക്കാണ്. അപ്പൊ പടിഞ്ഞാറോട്ടാണ് അതിന്റെ ചരിവെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ നോക്കൂ, എങ്ങോട്ടാണ് ഗംഗാ നദി ഒഴുകുന്നത്, അല്ലെങ്കിൽ ഗംഗയുടെ പോഷക നദികൾ ഒഴുകുന്നത് എങ്ങോട്ടാണ്? ഈസ്റ്റ് ഫ്ലോയിങ് ആണ് അല്ലെ. അപ്പൊ ഈസ്റ്റിലേക്ക് ഒഴുകുന്നത് എന്ന് പറയുമ്പോൾ ചരിവ് എങ്ങോട്ടായിരിക്കും? കിഴക്കോട്ടാണ്. ഒരു നദി ഒഴുകണം എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ചരിവ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഒഴുകുന്നത്. അപ്പൊ ഗംഗയുടെ ഒഴുക്ക് എങ്ങോട്ടാണ്? ഈസ്റ്റിലേക്കാണ് നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായും ഈ സമതലത്തിന്റെ ചരിവും എങ്ങോട്ട് തന്നെയാണ്? ഈസ്റ്റിലേക്കാണ്. ക്ലിയർ ആണോ? അപ്പൊ ഒന്നുമില്ല, നമ്മള് ഗംഗാ സമതലം എടുത്തു. ഇത് രണ്ടും വിട്ടേക്കാം. നമ്മളിപ്പോ പഠിക്കുന്ന ഗംഗാ സമതലം. അപ്പൊ ഗംഗാ സമതലത്തിന്റെ പടിഞ്ഞാറ് അതിർത്തി ആര് വന്നു? യമുന നദി വന്നു. കിഴക്കൻ അതിർത്തി ആര് വന്നു? ബംഗ്ലാദേശ് വന്നു. ഇതിൽ നോക്കുമ്പോൾ തന്നെ അറിയാം വിസ്തൃതി കൂടിയ ഏരിയ ആണ്. അപ്പൊ എത്ര വന്നു? 3.75 വന്നു. ക്ലിയർ ആണോ? ചരിവ് എങ്ങോട്ടാണ്? ചരിവ് കിഴക്കോട്ടാണ് ഗംഗ ഒഴുകുന്നത്. സ്വാഭാവികമായിട്ടും ഈ സമുദ്രത്തിന്റെ ചരിവും എങ്ങോട്ട് തന്നെയാണ്? നമ്മുടെ കിഴക്കോട്ട് തന്നെയാണ്. ഇനി നമുക്ക് ഗംഗയുടെ ഒഴുക്കിനെ ബേസ് ചെയ്തിട്ട് ഗംഗാ നദീനെ വെച്ചിട്ട് നമ്മൾ ഉപരിഗംഗ, മധ്യഗംഗ അങ്ങനെ പറയില്ല, ഒരു നദിയുടെ ഒരു ഇത്. അതേ ഇതിൽ തന്നെ നമുക്ക് ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗ എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഡിവിഷൻ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്നും നമുക്ക് പഠിക്കാനില്ല. ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗ. ഇനി ഇത് പോകുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. നമുക്കറിയാലോ ഗംഗാ നദി ഉത്തരാഖണ്ഡിലെ നമ്മുടെ ഗംഗോത്രി ഹിമാലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഉത്തരാഖണ്ഡുണ്ട്. ഉത്തരാഖണ്ഡിൽ നിന്ന് എങ്ങോട്ട് വരും? ഉത്തർപ്രദേശിലേക്ക് വരും. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അവിടെ നമുക്ക്
ഇങ്ങോട്ട് ഒഴുകുന്നു. ഇതിന്റെ കൂടെ രണ്ടുപേരും കൂടെ സ്ഥലങ്ങൾ പഠിക്കുമ്പോൾ ഹരിയാനയും ഉണ്ട്, ഡൽഹിയും ഉണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, പിന്നെ ഡൽഹിയും അതുപോലെ ആരുമുണ്ട്, നമ്മുടെ ഹരിയാനയും ഉണ്ട്. അപ്പൊ ഗംഗാസമുദ്രം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഗംഗാസമുദ്രം എന്ന് പറയുമ്പോൾ പഞ്ചാബ് ഹരിയാന സമുദ്രത്തിന്റെ കിഴക്ക് ഭാഗമാണ്. അതിർത്തി പറയുകയാണെങ്കിൽ യമുനയാണ്. പിന്നെ എന്താ ഇവിടെ പറയുന്നത്, നമ്മുടെ പടിഞ്ഞാറ് യമുന മുതൽ കിഴക്ക് ബംഗ്ലാദേശ് വരെയാണ് ഇതിന്റെ ദൈർഘ്യം പറയുന്നത്, അല്ലെങ്കിൽ കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗം കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ പറഞ്ഞു, ഏതൊക്കെയാണ്? ഹരിയാന, ഡൽഹി, അതുപോലെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഹൈറ്റും കൂടെ എന്ന് പറയുന്നുണ്ട്. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ ഒരു 200 മീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ ഗംഗാസമുദ്രം കിടക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതെന്താ പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ ഉയരത്തിലാണ് ഗംഗാസമുദ്രത്തിന്റെ എന്ത് കിടക്കുന്നത്, ഒരു ഉയരം എന്ന് നമ്മൾ പറയുന്നത്. ചരിവ് എങ്ങോട്ടാണെന്ന് പറഞ്ഞു? കിഴക്കോട്ടാണ് എന്ന് പറയുന്നു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഗംഗാസമുദ്രത്തിൽ പഠിക്കാനുള്ളൂ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ആരെ പഠിക്കാനുണ്ട്? ഒരാളും കൂടെ ഉണ്ട് അല്ലെ. ആരാണ്? ബ്രഹ്മപുത്ര സമുദ്രം. ബ്രഹ്മപുത്ര സമുദ്രം എടാ നോക്കിയേ, ബ്രഹ്മപുത്ര സമുദ്രം ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. രാജസ്ഥാൻ, പഞ്ചാബ്, നമ്മുടെ ഗംഗാ സമുദ്രം ഒക്കെ ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ഭൂപ്രകൃതിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചങ്ങനെ ഇത് വേറിട്ടാ നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ഈ വടക്ക് കിഴക്കൻ ഭാഗം പറയുമ്പോൾ ഈ മറ്റ് പീഠഭൂമി എടുത്താൽ പോലും മേഘാലയ പീഠഭൂമിയൊക്കെ അത് മാറി കിടക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ബ്രഹ്മപുത്രയും കുറച്ചൊന്ന് മാറിയാണ് ഈ സമതലം പറയുമ്പോഴും കിടക്കുന്നത്. നമുക്കറിയാം ബ്രഹ്മപുത്ര സമുദ്രം, ബ്രഹ്മപുത്ര നദി എന്ന് പറയുമ്പോൾ നമുക്ക് ആസാമും അരുണാചൽ പ്രദേശും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനെ ആസാം സമതലം എന്നും കൂടെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അസം താഴ്വര എന്നും കൂടെ. അസം താഴ്വര, അസം സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നും എല്ലാം അറിയപ്പെടുന്ന മേഖലയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ബ്രഹ്മപുത്ര സമുദ്രം. നമ്മൾ ഇവിടെ ഒന്നും വീതി ഒന്നും അങ്ങനെ പഠിച്ചില്ലെങ്കിലും ഇവിടെ നമ്മൾ വീതി പറയുന്നുണ്ട്. 60 മുതൽ 70 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി എന്ന് പറയുന്നത്. 60 മുതൽ 70 കിലോമീറ്റർ ആണ് വീതി. നീളം എത്രയാണ്? 720 കിലോമീറ്റർ. ഒന്ന് പഠിച്ചു വെച്ചേക്ക്, പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 60 മുതൽ 70 കിലോമീറ്റർ വീതിയും 720 കിലോമീറ്റർ ആണ് നീളവും വരുന്നത്. നമ്മളിവിടെ 1.75 പറഞ്ഞു, ഇവിടെയും 1.75, ഇവിടെ 3.75 പറഞ്ഞെങ്കിൽ ഇവിടെ 56,275 സ്ക്വയർ കിലോമീറ്റർ മാത്രം നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും ചെറിയ ഈ 4 ഭാഗങ്ങൾ, ഈ 4 സമതലം എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും ചെറിയ സമതല ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയും? ബ്രഹ്മപുത്ര പറയണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പിന്നെ നമുക്കറിയാം ഇവിടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുത്രയും അതിന്റെ പോഷക നദികളാണ് ലോഹിത്, സുബൻസിരി, പിന്നെ ഏതൊക്കെയാണ്? ടീസ്റ്റ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഇതിൽ നമ്മൾ പറയുന്നത്. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി ഒക്കെയാണ് ഇതിൽ വരുന്ന നദികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്രഹ്മപുത്ര സമതലം അത് എവിടെയായിട്ട് കിടക്കുകയാണ്? ബ്രഹ്മപുത്ര വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലായിട്ട് വരും അല്ലെ. അപ്പൊ ആസാമിന്റെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ പറയുക. അപ്പൊ ആസാം സമതലം, ആസാം താഴ്വര, ബ്രഹ്മപുത്ര താഴ്വര എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന മേഖലയാണെന്ന് അറിയാം. കുറച്ചങ്ങ് മാറിയാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാ? ഇവിടെ എല്ലാം തന്നെ കിഴക്കൻ ഹിമാലയവും അതുപോലെ നമ്മുടെ തെക്ക് ഭാഗം കൊണ്ടാണെങ്കിൽ ഖാരോ ഖാസി, ജയന്തിയ കുന്നുകള്, മിഗിർ കുന്നുകള്, വടക്ക് ഭാഗത്തൊക്കെ ആയിട്ട് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ ആയിട്ട് ആര് വരും? നാഗ കുന്നുകള്, പത്കായ്ബ്, ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് ഭൂമിശാസ്ത്രപരമായിട്ടൊന്ന് മാറിയാണ് നിലകൊള്ളുന്നത്. അപ്പൊ അതൊന്ന് ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക. പിന്നെ നമുക്ക് എന്ത് പറയാനുണ്ട്? ബ്രഹ്മപുത്ര സമുദ്രത്തിൽ വന്നിട്ട് ഇത്രയുമാണ് പറയുന്നത്. ഇങ്ങനെ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ പ്രത്യേകതയായിട്ടും പറയുന്നുണ്ട് എക്കൽ വിശറികളെ പറ്റി പറയുന്നുണ്ട്. ഏട്ടാ എക്കൽ വിശറികൾ വിവേക്കാണ് കേട്ടോ. അലൂവിയൽ ഫാൻസ് അതെന്താണ് നമുക്കറിയാം അല്ലെ. ഒരു നദി ഒഴുകുന്നു, അത് നദി ഒഴുകിയിട്ട് അതിന്റെ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഇപ്പൊ ഇവിടെ നിന്ന് ഒഴുകി ചാടുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇവിടെ ഫാൻ ഷേപ്പില് ഒരു എക്കൽ നിക്ഷേപിക്കുകയാണ്. ഇതിനെ പറയുന്നതാണ് എന്തെന്ന്? അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്. ഈ നദികൾ അവസാദങ്ങൾ വഹിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് നമുക്കറിയാം. അത് ഇങ്ങോട്ട് നമ്മുടെ നദിയുടെ മൗണ്ടൻ ഏരിയ കഴിഞ്ഞ് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഫാൻ ഷേപ്പിൽ എന്ത് ചെയ്യാണ്? എക്കൽ നിക്ഷേപിക്കുകയാണ്. അത് ഫാൻ ഷേപ്പാണ്, അതുകൊണ്ടാണ് എക്കൽ വിശറികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ നമ്മൾ
എന്ത് പറയുന്നുണ്ട്? ബ്രഹ്മപുത്ര സമുദ്രത്തിൽ എക്കൽ വിശറികൾ കാണപ്പെടുന്നു എന്ന് എടുത്ത് ടെസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മൾ ഭൂരൂപങ്ങൾ ഈ നദിയുടെ നിക്ഷേപണം അപർദന ഫലമായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. നമുക്ക് മിയാൻഡറുകളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ എക്കൽ നിക്ഷേപങ്ങൾ നമ്മൾ എവിടെ പറയുന്നു? ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എക്കൽ വിശറികളാൽ സമ്പന്നമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. 56,275 എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചേക്കണേ, ചതുരശ്ര കിലോമീറ്റർ. അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5, 6, 7 ഇതാദ്യം പഠിച്ചിട്ട് 2, 5. അപ്പോൾ 56,275 എങ്ങനെയാണ്? 5, 6, 7, 2, 5. ഇതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതെന്ന് മാത്രം. അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? ബ്രഹ്മപുത്ര സമുദ്രത്തിൽ പറയാനുള്ളത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ മൊത്തം നമ്മുടെ സമതലത്തില് 2400, 3200 ആണ്. അതിൽ ഇന്ത്യയിൽ 2400 കിലോമീറ്റർ, 150, 300 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി പറഞ്ഞത്. അതിൽ നമ്മൾ രാജസ്ഥാൻ സമതലം പഠിച്ചു, പഞ്ചാബ് ഹരിയാന പഠിച്ചു. പിന്നെ ഇന്ന് പഠിച്ചതാണ് ഗംഗയും ബ്രഹ്മപുത്രയും. ഗംഗാ സമതലം പടിഞ്ഞാറ് യമുന, കിഴക്ക് ബംഗ്ലാദേശ്. ഇനി ഇതിന്റെ പഞ്ചാബ് ഹരിയാനയുടെ കിഴക്ക് ഭാഗമായിട്ട് ആര് വരും? ഗംഗാ സമതലം വരും എന്ന് പറഞ്ഞു. 3.75 ആണ് ഇതിന്റെ വിസ്തൃതി പറഞ്ഞത്. ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗയായിട്ട് തിരിച്ചു എന്ന് പറഞ്ഞു. എടാ അപ്പൊ ഈ ബ്രഹ്മപുത്രയുടെ ഈ ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വടക്ക് അല്ലെങ്കിൽ തെക്ക് ഭാഗം കൊണ്ടൊക്കെ ആര് വരും എന്ന് പറയാം? കീഴ്ഗംഗ വരും എന്ന് പറയാം കേട്ടോ. കീഴ്ഗംഗ വരും എന്ന് നമുക്ക് പറയാം. അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിട്ട് കീഴ്ഗംഗ വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് ഉപരിഗംഗ അങ്ങനെ നമ്മൾ തിരിച്ചു. പിന്നെ എന്താ പഠിക്കാനുണ്ടായിരുന്നത്? ഇതിന്റെ ചരിവ് കിഴക്കോട്ടാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ബ്രഹ്മപുത്രയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് 60-70 കിലോമീറ്റർ വീതിയും 720 കിലോമീറ്റർ നീളം പഠിച്ചു. 56,275 കിലോമീറ്റർ അതിന്റെ വിസ്തൃതി പഠിച്ചു. പിന്നെ ഈ ഒരു ഇത് നമ്മുടെ കിഴക്കൻ ഹിമാലയം, ഗാരോഗാസി, ജയന്തിയ, മിഗിർകുന്ന്, നാഗാകുന്ന്, പദ്ഗായിബ് ഈ പറയുന്ന കുന്നുകളൊക്കെ കൊണ്ടിട്ട് ഭൂമിശാസ്ത്രപരമായിട്ട് വേറിട്ട് നിൽക്കുകയാണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ ആണോ? അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.